ഈ സംഭവത്തിൽ ആദ്യം കഴിഞ്ഞ ഞായറാഴ്ചയാണ് റംലത്തിനെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. പിന്നീട് അബൂബക്കർ ആയിരുന്നു ഈ കേസിലെ പ്രധാന സാക്ഷി. കാരണം അബൂബക്കർ ആ ദിവസം കത്ത് നൽകാൻ വേണ്ടി, പള്ളിയുമായി ബന്ധപ്പെട്ട കത്ത് നൽകാൻ വേണ്ടി റംലത്തിന്റെ വീട്ടിൽ പോയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് പോലീസ് അബൂബക്കറിനെ പ്രതിയാക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെയാണ് ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. തൃക്കുന്ന സ്വദേശിയായ സൈനുബ്ലാദിനും ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ അനീഷയും ഈ കേസിൽ കസ്റ്റഡിയിലാവുന്നു. ഇവർ ഈ കൊല്ലപ്പെട്ട റംലത്തിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് അന്വേഷണ സംഘം കണ്ടെത്തി. അങ്ങനെ ഇവരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് കൊലപാതകം നടത്തിയത് സൈനുബ്ലാബ്ദീനും ഒപ്പം ഭാര്യ അനീഷയുമാണെന്നുള്ളത് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി തന്നെ അബൂബക്കർ അല്ല കൊലപാതകം നടത്തിയതെന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്തു. ഇന്നലെ SP അടക്കം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. കേരള പോലീസിനും ഇവിടുന്ന് പുലിയെ പിടിക്കാൻ കാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോ അവിടെ ഇവര് 10 ദിവസം പോയിട്ടും കാണാനില്ല. കാണാതായപ്പോ എന്താണെന്നറിയാൻ വേണ്ടി ഇവിടുന്ന് കുറെ ആൾക്കാർ കാട്ടിലേക്ക് പോയി. ഇത് ഇവരെന്താ ചെയ്യണമെന്നറിയാം. അവിടെ ചെന്നപ്പോ ഒരു കരടീനെ പിടിച്ച് കുനിച്ചിർത്തി ഇടിച്ചിട്ട് പറയാ, പറ നീയല്ലടാ പുലി എന്ന് പറഞ്ഞിട്ട് ഇടിച്ചോണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ